പോസ്റ്റ് ഓഫീസിൽ പോയി എനിക്ക് കുറച്ച് സ്റ്റാമ്പ് വാങ്ങിക്കൊണ്ടുവരൂ. മാർക്കറ്റിൽ പോയി കുറച്ച് മീനും പച്ചക്കറിയും വാങ്ങിക്കൊണ്ടുവരൂ. അടുക്കളയിൽ പോയി കുടിക്കാൻ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ്. ഈ വാക്യം നമുക്ക് കമാൻഡ് രൂപത്തിൽ എങ്ങനെ പറയാം, പൊളൈറ്റ് റിക്വസ്റ്റായി എങ്ങനെ പറയാം, ഫ്രണ്ട്ലി റിക്വസ്റ്റായി എങ്ങനെ പറയാം. പോസ്റ്റ് ഓഫീസിൽ പോയി എനിക്ക് കുറച്ച് സ്റ്റാമ്പ് വാങ്ങിക്കൊണ്ടുവരൂ. ഇത് കമാൻഡ് രൂപത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഗോ ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ബൈ മീ സം സ്റ്റാമ്പ്സ്. ഇനി അത് നമ്മൾ അടുപ്പമുള്ളവരോടാണ് ഒരു റിക്വസ്റ്റായി പറയുന്നതെങ്കിൽ എങ്ങനെ പറയും? വിൽ യു പ്ലീസ് ഗോ ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ബൈ മീ സം സ്റ്റാമ്പ്സ്. അതൊരു ഫ്രണ്ട്ലി റിക്വസ്റ്റാണ്. ഇനി അപരിചിതരോടോ അല്ലെങ്കിൽ മുതിർന്നവരോടോ നമ്മൾ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് പറയുകയാണെങ്കിൽ അതെങ്ങനെ പറയും? കുഡ് യു പ്ലീസ് ഗോ ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ബൈ മീ സം സ്റ്റാമ്പ്സ്. മാർക്കറ്റിൽ പോയി എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരൂ. അത് കമാൻഡാണെങ്കിൽ ഗോ ടു ദ മാർക്കറ്റ് ആൻഡ് ബ്രിങ് മീ സം വെജിറ്റബിൾസ്. ഇനി അതിൻ്റെ കൂടെ ഫിഷ് കൂടി വേണമെങ്കിലോ ഗോ ടു ദ മാർക്കറ്റ് ആൻഡ് ബ്രിങ് മീ സം വെജിറ്റബിൾസ് ആൻഡ് ഫിഷ്. ഇനി അതൊരു ഫ്രണ്ട്ലി റിക്വസ്റ്റായിട്ട് ചോദിക്കുമ്പോൾ വിൽ യു പ്ലീസ് ഗോ ടു ദ മാർക്കറ്റ് ആൻഡ് ബ്രിങ് മീ സം വെജിറ്റബിൾസ്. അതൊരു പൊളൈറ്റ് റിക്വസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്, കുഡ് യു പ്ലീസ് ഗോ ടു ദ മാർക്കറ്റ് ആൻഡ് ബ്രിങ് മീ സം വെജിറ്റബിൾസ്. അടുക്കളയിൽ പോയി എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. അതൊരു കമാൻഡിൻ്റെ രൂപത്തിലാണ് ചോദിക്കണമെങ്കിൽ ഗോ ടു ദ കിച്ചൺ ആൻഡ് ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അടുക്കളയിൽ പോയി എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ എന്നുള്ളത് ഫ്രണ്ട്ലി റിക്വസ്റ്റായിട്ടാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെയാണ് പറയാൻ, വിൽ യു പ്ലീസ് ഗോ ടു ദ കിച്ചൺ ആൻഡ് ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അടുക്കളയിൽ പോയി എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ എന്നത് അതൊരു പൊളൈറ്റ് റിക്വസ്റ്റായിട്ടാണ് പറയേണ്ടതെങ്കിൽ ഇങ്ങനെയാണ് പറയാൻ, കുഡ് യു പ്ലീസ് ഗോ ടു ദ കിച്ചൺ ആൻഡ് ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ.